ഇവിടെ ഒത്തിരി ഡാൻസ് ഉള്ളവരെ ഒരു നല്ലൊരു ബി ജെ പിയുടെ ഫിലിം കേൾക്കുമ്പോൾ ഹലോ ഹലോ ഹായ് ഹായ് ഹലോ ഹലോ ഇതൊക്കെ അനിയത്തിപ്രാവോ അനിയത്തിപ്രാവ് സിനിമയുടെ എന്താ ഇത് മിസ്സാണോ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണോ? ഞാനിവിടുത്തെ സ്റ്റുഡന്റ് ആണ്. ഓക്കെ ഓക്കെ ഫൈൻ. സന്തോഷം. അപ്പൊ ഈ പാട്ട് എന്താണ് ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് കൂടി പറയാം. കാരണം ഏത് ഡബ്സി വന്നാലും ഏത് പപ്പ് സോങ് വന്നാലും ഏത് പോപ്പ് സോങ് വന്നാലും മലയാളികള് ഒരിക്കലും മറക്കാത്ത ഒരാളുണ്ട്. ആരാണ്? നമ്മളും മണിച്ചേട്ടന്റെ പാട്ട് കഴിയുമ്പോൾ മോനെ വേറെ ഏതൊക്കെ അല്ലേ? അപ്പൊ പിള്ളേരുടെ ചോദ്യം ആണോ? ഓക്കെ. അപ്പൊ ഈ വേദിയിലേക്ക് ഒരാളെ അതിന് മുമ്പ് നേരത്തെ എന്തൊക്കെയോ പറയണോ അല്ലേ? പ്രിയമുള്ളവരെ, പല സ്ഥലത്തും ഞങ്ങള് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കോളേജുകളിൽ ഞങ്ങൾ ബാഡ് ബോയ്സിന്റെ പ്രൊമോഷനായിട്ട് പോയി. അന്നൊക്കെ ഞാൻ സെന്തിലോട് പറഞ്ഞു ഒന്ന് വരുവാണോ നമുക്കൊരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല തിരക്കാണ്. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു ഉപയോഗിക്കുന്ന ആള്. എന്തായാലും സെന്തിന്റെ രണ്ട് സംസാരം കേട്ട് കഴിഞ്ഞ് നമുക്ക് പാട്ടിലേക്ക് കിടക്കാം അല്ലേ? അതിന് മുമ്പ് ആ പുള്ളിയെ ഒരു വേദിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഒരു പാട്ട്. അപ്പോൾ ഈ പാട്ട് പാടാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ വിളിക്കുന്ന വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഷിബു പുലർക്കാശിയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഞാൻ കഴിഞ്ഞ തവണ അഞ്ചേക്കാൾ നോക്കാന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷനോടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അവിടെ ഇല്ലായിരുന്നോ? അന്ന് നിങ്ങൾ തന്ന ആ ഒരു സ്നേഹം അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് അങ്ങനെ ബാഡ് ബോയ്സിനും ആ ഒരു സ്നേഹം വേണം. തിയേറ്ററിൽ പോയി കാണണം ഈ പടം ആണല്ലോ. ഞാൻ വിചാരിച്ചത് റഹ്മാനൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ പരിപാടിക്ക് അവതരിപ്പിച്ച് തരും. കാരണം ഇക്ക വന്നു കഴിഞ്ഞാൽ ഫുൾ ശ്രദ്ധ ഇക്കയിലേക്ക് പോകുമല്ലോ. അല്ല വീട്ടില് കേട്ടില്ലേ ഇത് മുമ്പ് വന്ന കഥ പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടോ? പിന്നെ അപ്പൊ നമുക്ക് മനുഷ്യന്റെ പാട് തുടങ്ങിയാലോ? പറയണം ചേട്ടാ കുറച്ച് എഫക്റ്റ് എല്ലാ വഴിക്കും ഒരു ഇത്തിരി പ്രൊഫഷണൽ പാട്ടുകാരല്ല കൈയോടെ പിടിക്കും. ശരി. എന്താണ് മോളെ അമ്മമാർക്കാർക്ക് പ്രൈസ് വെച്ചിട്ടുണ്ടോ? പ്രൈസ് ഒക്കെ വാങ്ങിയോ? അതവർക്ക് പ്രൈസ് വാങ്ങിയിട്ടില്ലാന്ന് പറഞ്ഞു. സമ്മാനം ഉണ്ടെന്നും പറഞ്ഞു. റഹ്മാനക്കാർക്ക് ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ട്. വിപിനെ റഹ്മാനക്കാർക്ക് ഒരു സമ്മാനം കൊടുത്തു. പക്ഷെ വാങ്ങിയില്ല, കട അടച്ചുണ്ട്. പക്ഷെ എങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടോ? നമുക്ക് കൊടുത്താലോ? ഈ സമ്മാനം വേണ്ട, കടയിലുള്ള സമ്മാനം വേണ്ട. ഈ സമ്മാനം ഇത് മതി. അതിനപ്പുറത്തേക്ക് ഇവിടെ സമ്മാനം നിങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. റെഡിയാണോ? എന്നാ കൊടുത്താൽ നമുക്ക് റെഡി. ബാക്ക് ബോൺ, അതായത് പ്രൊഡ്യൂസർ മെയിൻ പില്ലർ എന്ന് പറയുന്ന എബ്രഹാം നല്ലൊരു കാര്യമാണ്. ഇദ്ദേഹമാണ് നിങ്ങൾ ഈ കേട്ട ഘോരഘോര പാട്ടിന്റെ ഒക്കെ ഇപ്പോ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ വില്യം ചേട്ടൻ, പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ മുബേജ് ചേട്ടൻ. അങ്ങനെ ഇതില് സിനിമയില് 3 നായികമാരുള്ളത്. അതിൽ 2 പേരെ ചോദിക്കുന്ന ആര്യ ആൻഡ് അമൃത. വേറൊരു പാട്ട് പാടിയിട്ടുള്ള ആ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിലീസ് ഇറങ്ങുന്നത് ആ പാട്ട് പാടിയുള്ള അഖിലേഷ് രാമചന്ദ്രൻ വേറൊരു പാട്ട് ഇത് ഭയങ്കര ഹിറ്റാണ്. അത് അഖിലേഷ് ഒരു 4 ലൈൻ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പാട്ടായിരിക്കും. കേട്ട് പരിചയം കൂടെ പാടണം കേട്ടോ. വണ്ടിനെ തേടും ഞാനൊരു പൂവിങ്ങോട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്,
വണ്ടിനും ഞാനൊരു പൂവിങ്ങോട്ട് നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത് നാണമല്ലേ ഞാനൊരു പൂവിങ്ങോട്ടല്ലേ എന്നെ പരിചയക്കരുതേ അപ്പം നമുക്ക് റഹ്മാൻഖാന്റെ ഒരു ഗിഫ്റ്റ് വരുവാണ് കേട്ടോ. റെഡിയാണ്? നമ്മുടെ ക്യാമ്പസിലെത്തി. നാളെ നമ്മുടെ സിനിമ റിലീസാണ്. സിനിമയെ കുറിച്ച് ആദ്യം ഐ ലവ് യു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ സ്നേഹം കാണുന്നത് ഇപ്പോഴും ഞാൻ വരുന്നത്. കാരണം നിങ്ങളിപ്പോൾ പുതിയ ജനറേഷൻ ആണല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മോ ഇല്ലയെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണിച്ച സ്നേഹം ഇത് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ബാഡ് ബോയ്സിന്റെ വിശേഷങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. സോ നാളെ റിലീസ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പടത്തിലൊരു എനിക്കൊരു എന്താ പറയുക ഒരു വ്യത്യസ്തമായ ഒരു സിനിമയാണ്. എനിക്കാണ്, നിങ്ങൾക്കല്ല. നിങ്ങൾ ഇതുപോലെ ഒരുപാട് സിനിമകൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, രസിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്കിത് ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, ബിബിൻ, സെന്തിൽ, ആൻസൺ പോലൊരു ക്യാരക്ടർ കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഷീലു എബ്രഹാം, ഞങ്ങളൊക്കെ ബാഡ് ബോയ്സ് ആണ്. കൂടുതൽ ഇവരൊക്കെ ബാഡ് ബോയ്സ് ആണ്. സോ ഓണത്തിന് ഞങ്ങളുടെ പടം മാത്രമല്ല, ഒരുപാട് നല്ല പടങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. AR റിലീസായി ഇന്ന്. എല്ലാവരും അത് പോയി കാണുന്നത്. നല്ല സിനിമയായിരിക്കും. 3D നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. അതേപോലെ ആസിഫിന്റെ കിഷ്കിന്താനാണ്, അതും കാണണം. അതും നല്ലൊരു സിനിമയാണ്. അതേപോലെ തന്നെ നാളെ കുമ്മട്ടികൾ സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിക്കുന്ന ഒരു സിനിമ. നല്ല മിടുക്കനാണ്, നല്ല ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ് സുരേഷ് ഗോപിയുടെ മോൻ. ഞാൻ പറഞ്ഞു മാധവ് സുരേഷ്. സോ ഇത്രയും നല്ല പടങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് കുഞ്ഞു പടമുണ്ട്, ബാഡ് ബോയ്സ്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഈ പടം കാണണം. അത്രയ്ക്ക് വലിയുള്ള ആൾക്കാരാണ് അല്ലെ? പേര് മാത്രമുള്ള ബാഡ് ബോയ്സ്, മനസ്സ് മുഴുവൻ ഗുഡ് ബോയ് അല്ലെ? ഞങ്ങളുടെ ഹീറോയിൻ ഷീലു എബ്രാഹിമിനെ മൈക്കൂർ. എന്റെ കുഞ്ഞനുജത്തിമാർക്ക് എന്റെ 1000 ഉമ്മകൾ. ഞാനിതേ പോലെ എന്താ പറയാ, ഒരു നിത്യഹരിത നായകനെ നിങ്ങളുടെ മുന്നിൽ സ്റ്റേജിൽ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്താൻ സാധിച്ചത് ഒരു ദിവസം
സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഈ ഓണത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് നാളെ വരുമ്പോൾ ഇതിനൊപ്പം ഇറങ്ങുന്ന മറ്റ് സിനിമകളുടെ പേരുകൾ ഇവരൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എന്താ പറയുക, ഒരേപോലെ വലിയ പണം മുടക്കിയാണ് സിനിമയിലേക്കൊക്കെ വരുന്നത്. അപ്പം എല്ലാവരുടെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഈ ഓണം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സന്തോഷമാണ്, നമ്മുടെ മുഖത്തുള്ളത് അല്ലേ. ഓണം വരാൻ പോകുന്നു, ഓണം എന്നൊക്കെ പറയുമ്പോഴേക്ക് അന്നേരം നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും കുടുംബക്കാരും ഫ്രണ്ട്സും നല്ല പുതിയ ഡ്രസ്സ്, ഓണക്കൊടികൾ, അങ്ങനെയുള്ള പലതും അല്ല ആഘോഷിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിനിമകൾ, നല്ല സിനിമകൾ കാണാൻ പോകുന്നതൊക്കെ. പക്ഷെ മലയാളികൾ എവിടെയായിരുന്നാലും ഓണത്തിന് ഒരു ജാതി മതം ഭേദം ഒന്നും ഇല്ലാത്തൊരു നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഫെസ്റ്റിവൽ എന്ന് പറയാം, അഹങ്കാരത്തോടെ അല്ലെ. നമുക്ക് മലയാളീസിന് മാത്രമുള്ള ഈ ഓണം. പക്ഷെ ഈ വർഷം അത് കുറച്ച് പേർക്ക് ഓണം ഇല്ലായിരിക്കാം. വയനാട്ടിലെ ദുരന്തം കാരണം കൊണ്ട് ഒരുപാട് പേരുടെ സ്വന്തം ബന്ധങ്ങളൊക്കെ നമ്മൾ വിട്ടു പോയിട്ടുണ്ട്. അവരൊരു കുറച്ചു നേരം ഒരു മിനിറ്റ് അത് മനസ്സിൽ ഒന്ന് ചിന്തിച്ചിരുന്നു, പ്രാർത്ഥിച്ചിട്ട് അവർക്കും കൂടി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പ്രേ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ ഓണം നല്ല അടിച്ചുപൊളി നമ്മൾ സിനിമ കാണുന്ന ഒരു കൾച്ചർ അത് നമ്മൾ വിടരുത്. എല്ലാ സിനിമകളും കാണണം, പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ചെയ്യില്ലേ? ഓക്കെ, നമുക്ക് അപ്പം നല്ലൊരു സപ്പോർട്ട് തന്നതിന് താങ്ക് യു. അപ്പൊ ഈ ഒരു സപ്പോർട്ട് നാളെ ഞങ്ങളുടെ മൂവിക്ക് ഉണ്ടാവണം, ഉണ്ടാവൂലേ? ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ആവണം. പിന്നെ ഒരു കാര്യം, സോറി, കുറച്ച് നേരത്തെ 2-3 പേര് എന്നെ ഫോണിൽ വിളിച്ചിട്ട് മാപ്പ് പറയാൻ പറഞ്ഞു. അവർ വരായിരുന്നവരാണ്. ഒന്ന് ബാബു ആന്റണി, നിങ്ങളടുത്തെല്ലാം വലിയ ഹലോ. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, ചെറിയൊരു പരിക്ക് പറ്റിക്കൊണ്ട് കഴിയുന്നു. എവിടെയായിരുന്നു വിളിക്കാൻ മുതിർന്നുണ്ടോ? ധ്യാൻ 7 മണിയാകുമ്പോഴേ എത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവരെ നിങ്ങളടുത്ത് എല്ലാവരും ഹലോ പറയാൻ തോന്നുന്നു കേട്ടോ. നാളെയാണ് ഞങ്ങളുടെ മൂവി റിലീസ് ആവുന്നത്. അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യാം. ഇതല്ലേ ഞങ്ങളെ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടില്ല, അതിന്റെ തിരക്കിലാണ്, ഇവിടെ വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ അസോസിയേറ്റ് വന്നിട്ടുണ്ട്. ഉപരി നമസ്കാരം, ഹാപ്പി ഓണം. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്രൗഡിനിടയിലേക്ക് ബാഡ് ബോയ്സിന്റെ ടീം ഇവിടെ എത്തി. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ നാളെ റിലീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നാൾ ഒമർ സാറിന്റെ ഇത്രയും നാൾ കണ്ട ഒരു മൂവിയിൽ നിന്നും വ്യത്യസ്തത ഇതിൽ വരുന്ന സ്റ്റാർട്ട് ടു എൻഡ് വരെ നിങ്ങൾ കൈയടിക്കുകയും ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഉറപ്പ് തരികയാണ്. എന്തായാലും ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഓണ സിനിമകളിൽ എല്ലാ സിനിമകളും ഇപ്പൊ യൂത്ത് ബേസിലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 84 ആർട്ടിസ്റ്റുകളുണ്ട്. അതിനകത്ത് 40ഓളം ആർട്ടിസ്റ്റുകൾ വെൽ നോൺ ആർട്ടിസ്റ്റുകളും ബാക്കി ഉള്ള ആർട്ടിസ്റ്റുകളെ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഇങ്ങനെ കുറച്ച് പുതുമുഖങ്ങളെ തന്നതിൽ നമ്മുടെ എബ്രഹാം സാറിനും ഒമർ സാറിനും നന്ദി പറയുകയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്റ്റാർട്ട് ടു എൻഡ് വരെ ഒരു പക്ക എന്റർടൈനർ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആസ്വദിക്കും. ഉറപ്പായിട്ടും നമ്മുടെ നായകന്മാർ റഹ്മാൻ സാറിനെയും ബിബിനെയും സെന്തിലിനെയും ആൻസറേയും കാണിക്കുമ്പോൾ മുതൽ തുടങ്ങുന്ന കയ്യടി എൻഡ് വരെ കാണുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. Asura
അവിടെ ഇങ്ങനെ ടീച്ചർ എന്തോ കാട്ടില്ല. ഞാൻ കണ്ടു. പഴയ തലമുറയിലെ പഴയ തലമുറയിലെ കോളേജ് പിള്ളേരെ മാത്രമല്ല പുതിയ തലമുറയിൽ എടുക്കുക. പ്രേമങ്ങളെ, അപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി പറഞ്ഞുകൊള്ളുകയാണ്. ഈ കണ്ട സ്നേഹം, നിങ്ങൾ തന്ന സ്നേഹം എന്നാലേ തിയേറ്ററിൽ ഈ പടം കണ്ട് വിജയിപ്പിച്ച് സന്തോഷമാക്കി തീർക്കുക. നന്ദി. ഒരു മിനിറ്റ്